കെ.ജി. ജോർജിന്റെ മേള എന്ന ചിത്രത്തിലെ നായകനെ ഓർമ്മയില്ലേ? രഘു. ആളിന്ന് സിനിമാ സംഘടനയായ അമ്മയിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഒരു വയോധികനാണ്. മേളയ്ക്ക് ശേഷം താരത്തെ മറ്റൊരു ചിത്രത്തിലും മലയാളി കണ്ടതായി ഓർക്കുന്നുണ്ടാവില്ല. മറ്റ് പല ചിത്രങ്ങളിലും നിരവധി കുള്ളൻ കഥാപാത്രങ്ങൾ വന്നുപോയെങ്കിലും അവരുടെ കൂട്ടത്തിൽ ഒന്നും തന്നെ രഘുവിനെ കാണാനില്ലായിരുന്നു. മേള എന്ന ചിത്രത്തിലെ അഭിനയം തനിക്ക് അറം പറ്റിയ പോലെയായി എന്നാണ്. കെ.ജി. ജോർജ് തന്റെ ചിത്രത്തിലേക്ക് ഒരു നായകനെ അന്വേഷിക്കുകയാണ്. വേണ്ടത് കുള്ളനായ ഒരു നായകനെയാണ്. പലരും വന്നുപോയി. ചിലരുടെ തല വലുത്, താടി നീണ്ടത്, കൈയും കാലും തീരെ ചെറുത്, ആർക്കും ബോഡി പ്രൊപ്പോർഷൻസ് ശരിയാവുന്നില്ല. അങ്ങനെ പരീക്ഷണങ്ങൾക്ക് ഒടുവിലാണ് കെ.ജി. ജോർജിന് നായകനായി രഘുവിനെ കിട്ടിയത്. ശരിയായ ശരീരഘടന, നല്ല അഭിനയം, ഇതൊക്കെയായിരുന്നു രഘുവിനെ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മാനദണ്ഡങ്ങൾ. പ്രേക്ഷകർ ആകാംക്ഷപൂർവ്വം കണ്ടിരുന്ന ചിത്രം പക്ഷേ തിയേറ്ററിൽ കൂപ്പുകുത്തി. എങ്കിലും നായകൻ രഘുവിന് 1-2 ചിത്രങ്ങൾ പിന്നെയും കിട്ടി. ഉലകനായകൻ കമലഹാസനൊപ്പവും ലഭിച്ചു ഒരു ചിത്രം. എന്നാൽ പിന്നീട് ചിത്രങ്ങളൊന്നും ലഭിക്കാതെ രഘു സിനിമയിൽ നിന്ന് തന്നെ ഔട്ടായി. സർക്കസ് ജോലിക്കല്ലാതെ തന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് രഘുവിനും തോന്നി തുടങ്ങി. ഞാൻ നായകനായി അഭിനയിച്ച സിനിമയിൽ ഒരു ചെറിയ കഥാപാത്രം ചെയ്ത മമ്മൂട്ടി എനിക്ക് തൊടാൻ പറ്റാത്തത്ര ഉയരത്തിലെത്തി. ഞാൻ സർക്കസിലെ കോമാളിയായി സിനിമയിലെ ഗോവിന്ദൻകുട്ടിയെ പോലെ യഥാർത്ഥ ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. മേള യഥാർത്ഥത്തിൽ എനിക്ക് അറമ്പറ്റലായിരുന്നോ എന്നാണ് രഘുവിന്റെ ഇപ്പോഴത്തെ സംശയം.